Hi all, welcome to part 4 of CUET PG 2024 Psychology PYQ discussion. Okay, CUET 2025 ൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് CUET PG 2024 സൈക്കോളജി പേപ്പർ ആണ്. നമ്മൾ പാർട്ട് 3 വരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. So we'll begin with 28th question here. Which of the following is not a part of nervous system? സൊമാറ്റിക് ഓൾറെഡി നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. PNS അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് ഡിവിഷൻസിൽ വരുന്നതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്നുള്ളത്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വീണ്ടും ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. സെൻട്രൽ ഇസ് ആർ സെൻട്രൽ നെർവസ് സിസ്റ്റം വെയർ ബ്രെയിൻ ആൻഡ് സ്പൈൻ ഇസ് there. പിന്നെ വരുന്നത് symbolic nervous system എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. So the right answer is symbolic. The brain's interpretation of neural impulses from receptors defined. Okay, brain's interpretation of neural impulses. നമ്മളുടെ ഓരോ സെൻസേഷനും ഓരോ ന്യൂറൽ ഇമ്പൾസിനെയും ബ്രെയിൻ ഇന്റർപ്രീറ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുക? സെൻസേഷൻ ആണോ, മെമ്മറി ആണോ, പെർസെപ്ഷൻ ആണോ, സ്റ്റിമുലേഷൻ ആണോ? സെൻസേഷൻ ആണോ? സെൻസേഷൻ ആവാൻ സാധ്യത ഉണ്ടോ? നോ. സെൻസേഷൻ എന്താണ്? നമ്മൾ തൊടുമ്പോ ഉണ്ടാവുന്ന ഒരു സെൻസ് അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ച് നമ്മൾ സെൻസ് ചെയ്യുന്നതാണ് സെൻസേഷൻ. ഓക്കെ, കമ്മിങ് ടു മെമ്മറി നമ്മുടെ ഓർമ്മ ആണ്. സോ ദാറ്റ് ഇസ് നോട്ട് ദാറ്റ്. പെർസെപ്ഷൻ, കാരണം എന്താണ്? ബ്രെയിൻ ഇന്റർപ്രിറ്റേഷൻ ആണ് ചോദിക്കുന്നത്. ബ്രെയിൻ ഇന്റർപ്രീറ്റ് ചെയ്യുന്നത് രീതിയിലാണ് നമ്മൾ ഓരോന്ന് പെർസീവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ ഇതൊരു ഉരുണ്ട സാധനമാണ്, അത് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഇന്റർപ്രീറ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ അതൊരു ഉരുണ്ട വസ്തുവായിട്ട് നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നത്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് പെർസെപ്ഷൻ. സെൻസേഷൻ ആയിട്ട് മാറിപ്പോകരുത് കേട്ടോ. സെൻസേഷൻ ഇസ് ദ പോയിന്റ് വി സെൻസ്. അതിനെ എങ്ങനെ ബ്രെയിൻ ഇന്റർപ്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് പെർസെപ്ഷൻ ആണ്. ഹാരി ഹാർലോസ് study on baby monkeys indicate that attachment formation is related to. ഹാരി ഹാർലോന്റെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? മങ്കീസിൽ കോണ്ടാക്ട് കംഫർട്ട്, അതായത് അവർക്ക് തൊടുമ്പോൾ അവരുടെ ടച്ചിൽ കൂടെ കോണ്ടാക്ട് കംഫർട്ട്, അവരുടെ മദറിന്റെ ബോഡിയിൽ നിന്ന് ടച്ചിലൂടെ കിട്ടുന്ന കംഫർട്ടിനെ കുറിച്ചിട്ടായിരുന്നു സ്റ്റഡി. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? നറിഷ്മെന്റ് ആണോ, സൈസ് ഓഫ് ദ മദർ ആണോ, ടാക്ടൈൽ സെൻസേഷൻ ആണോ, ഡയറക്ഷൻ ഓഫ് ഗ്രോത്ത് ആണോ? ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ ടച്ച് എന്നാണ് കേട്ടോ. സോ ഇറ്റ് വാസ് റിലേറ്റഡ് ടു ടച്ച്. സോ ഇവിടെ റൈറ്റ് ആൻസർ ടാക്ടൈൽ സെൻസേഷൻ ആണ്. ഓക്കെ, കണ്ടോ, നിങ്ങൾ വേർഡ്സ് വൊക്കാബുലറി കുറച്ച് ബെറ്റർ ആയിരിക്കണം. കാരണം നിങ്ങൾക്ക് ഇവിടെ ടാക്ടൈൽ എന്ന വേർഡിന്റെ മീനിങ് കറക്റ്റ് അറിയാത്തവർ ഇവിടെ കുറച്ച് ട്രാപ്ഡ് ആവും. What kind of psychologist would be most likely to conduct a study of challenges in problem solving skills with increasing age? പ്രായം കൂടുന്തോറും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സാധ്യതയുള്ള സൈക്കോളജിസ്റ്റ് ആരാണ്? ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് വിത്തൗട്ട് നോ ഡൗട്ട്. ഓക്കെ, കമ്മ്യൂണിറ്റി സൈക്കോളജിസ്റ്റ്, ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് രണ്ടും പഠിക്കുക എന്താണ്? കുറച്ചും കൂടെ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ ഉണ്ടാവുന്ന സംഗതികളാണ്. കമ്മിങ് ടു പേഴ്സണാലിറ്റി ട്രേറ്റ്സും ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഡെവലപ്മെന്റൽ ആണ്. Your weekly visit to your psychoanalyst begins with instructions to say whatever comes into your mind. Okay, so psychoanalyst കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണത്. Say whatever comes into your mind. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എന്തും പറയുക. ഈ ഒരു ടെക്നിക്കിനെ എന്താണ് വിളിക്കുന്നത്? ഇത് ഏത് ടെക്നിക്കാണ്? വിച്ച് ടെക്നിക് ഇസ് യൂസ്ഡ് ബൈ സൈക്കോ അനലിസ്റ്റ്? ഇവിടെ ഈസി ആണ്. ഇൻട്രോസ്പെക്ഷൻ, ബിഹേവിയറൽ കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ, ഇത് മൂന്നും സൈക്കോ അനലിസ്റ്റ് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് അല്ല. ഇവിടെ ഫ്രീ അസോസിയേഷൻ മാത്രമേ ഉള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഫ്രീ അസോസിയേഷൻ. Okay, easy peasy. Which of the following best describes Erikson's developmental theory? Erikson's developmental theory യുടെ കറക്റ്റ് പേര് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. 4 stages of psychosexual development. Psychosexual development actually Sigmund Freud ആണ്, പക്ഷെ അത് 4 stages അല്ല 5 stages വരും. ഓറൽ, ആനൽ, ഫാലിക്, ലാറ്റൻസി, ജനൈറ്റൽ, 5 സ്റ്റേജ് വരുന്നുണ്ട്. ആൻഡ് സൈക്കോസെക്ഷൽ കണ്ടാൽ തന്നെ അത് ഫ്രോയിഡ് ആണ്, നോ ഡൗട്ട്. 8 stages of psychosocial development ആണ് എറിക്സൺ. ഓക്കെ, നിങ്ങൾ അത് ഓർഡറിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, അത് ഓർഡറിൽ തന്നെ 8 സ്റ്റേജും പഠിച്ചു വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പലപ്പോഴും 4 സ്റ്റേജ് തരും, ആ 4 അറേഞ്ച് ചെയ്യാൻ പറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ഓർഡറിൽ പഠിച്ചു വെക്കുക. നിങ്ങൾ എന്തെങ്കിലും അതിനൊരു ട്രിക്ക് ഉണ്ടാക്കിട്ടോ പിന്നെ ഒരു 5-6 വട്ടം ഡെയിലി വായിച്ചാൽ ഈസി ആയിട്ട് അത് മനസ്സിൽ പതിയും. 4 stages of cognitive development, അത് പിയാഷെയുടെ ആണ്. ഓക്കെ, സെൻസറി മോട്ടോർ സ്റ്റേജ്,
sensory motor stage, pre-operational, concrete operational, formal operational. No stages, development is continuous. Okay, so നിങ്ങൾ ഇത്തരത്തിലുള്ള പേരുകളും കൂടെ ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. സോ ഇവിടെ റൈറ്റ് ആൻസർ ഏതാണ്? 8 stages of psychosexual development. The behavior of avoiding a noxious stimulus by a responder is called. Noxious എന്ന് പറഞ്ഞാൽ aversive അല്ലെങ്കിൽ ചീത്ത, ബാഡ് ആയിട്ടുള്ളത് എന്നാണ് കേട്ടോ മീനിങ്. എന്താണ്? ഒബ്സർവേഷണൽ ലേണിംഗ്, അവോയ്ഡൻസ് ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ്, കത്താറ്റിക് ലേണിംഗ്. വെരി ഈസി, ആസ് ദ നെയിം സേസ്. എന്താണ്? നമ്മളൊരു സംഗതി അവോയ്ഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, സിഗ്നൽ റെഡ് ലൈറ്റ് ആയിരിക്കുമ്പോൾ പോയാൽ ഫൈൻ അടക്കേണ്ടി വരും. അതുകൊണ്ട് ഫൈൻ അടക്കാതെ ഇരിക്കാൻ, ഫൈൻ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ റെഡ് ലൈറ്റിൽ പോകാണ്ട് നിൽക്കുന്നു. അതെന്താണ്? അവോയ്ഡൻസ് ലേണിംഗ് ആണ്. നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും അവോയ്ഡ് ചെയ്യുന്നതിനെയാണ് അവോയ്ഡൻസ് ലേണിംഗ് എന്ന് പറയുക. ഓക്കെ, ഈസി. നെക്സ്റ്റ് ഇസ് വാട്ട് ടൈപ്പ് ഓഫ് മെഷേഴ്സ് ആർ EEG ആൻഡ് GSR? EEG എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം. അത് നമ്മുടെ ബ്രെയിൻ വേവ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇതിന്റെ ഫുൾ ഫോമും ചോദിച്ചു കാണാറുണ്ട്, സോ ശ്രദ്ധിക്കാം. GSR, ഗാൽവാനിക് സ്കിൻ റെസ്പോൺസ്. നമ്മുടെ സ്കിൻ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് GSR. ഇത് രണ്ടും എന്താണ്? സെൽഫ് റിപ്പോർട്ട് അല്ല, ബിഹേവിയർ അല്ല, ഫിസിയോളജിക്കൽ ആണ്. ഓക്കെ, GSR നമ്മുടെ സ്കിൻ കണ്ടക്ടിവിറ്റി ആണ്, EEG ബ്രെയിൻ വേവ്സ് ആണ്. സോ ഇറ്റ് ഇസ് ക്ലിയർലി ഫിസിയോളജിക്കൽ. അഗെയിൻ മാച്ച് ദ ഫോളോയിങ്. സോ ഇവിടെ ഓരോ തിയറി അത് പ്രപ്പോസ് ചെയ്ത സ്കോളർ ആരാണ് എന്നാണ്. തൊട്ടുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു സൈക്കോ സോഷ്യൽ തിയറി. അതൊരു ഡൗട്ടും ഇല്ലാണ്ട് നമുക്കപ്പോൾ അത് വേഗം എറിക്സൺ ആണ് എന്നിവിടെ തീരുമാനിക്കാമല്ലോ. കാരണം ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യനിൽ സൈക്കോ സോഷ്യൽ തിയറി നമ്മൾ അത് ഓൾറെഡി മാച്ച് ചെയ്ത് കഴിഞ്ഞു. സോ B1 വരുന്ന ഓപ്ഷൻ ഒറ്റൊന്നേ ഉള്ളൂ ഇവിടെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. സൈക്കോസെക്ഷൽ പെർസ്പെക്റ്റീവ്സ്. B1 വരുന്ന ഓപ്ഷൻ 4 സൈക്കോസെക്ഷൽ പെർസ്പെക്റ്റീവ് ഫ്രോയിഡ് ആണ്. ദാറ്റ് ഇസ് A3 കറക്റ്റ് ആണ്. സൈക്കോസോഷ്യൽ തിയറി B1 എറിക്സൺ. മോറൽ ഡെവലപ്മെന്റ് തിയറി ആരുടെയാണ്? കോൾബർഗ്. കോൾബർഗിന്റെ ഒരു 3 സ്റ്റേജ് മോറൽ ഡെവലപ്മെന്റ് തിയറി ഉണ്ട്. പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. അത് നിങ്ങൾ നോക്കി വെക്കുക. 3 സ്റ്റേജസ് ആണ്. 3 സ്റ്റേജിലും ഓരോ സ്റ്റേജിലും 2 സബ് സ്റ്റേജ് വെച്ച് വരുന്നുണ്ട്. സോ മൊത്തം 6 ലെവൽ ഉണ്ട് കേട്ടോ ആ ഒരു തിയറിക്ക്. ആൻഡ് ഫൈനലി കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി പ്രപ്പോസ് ചെയ്തത് ഫെസ്റ്റിഞ്ചർ ആണ്. സോ ഫൈനൽ ആൻസർ ഓപ്ഷൻ 4. സോ വിത്ത് ദാറ്റ് നമ്മൾ ഈ ഒരു പാർട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. For further details of CUET PG coaching, please contact the number above. Okay, thank you.